ഫി സാരിയത്തിൻ മിൻ സിവാരിൽ മസ്ജിദി, പള്ളിയുടെ തൂണിൽ സ്വയം വരിഞ്ഞു കെട്ടി. ഞാൻ നബിയെ ചതിച്ചല്ലോ, ഞാൻ നബി അറിയാത്തത്, ഞാൻ നബി ഇഷ്ടമില്ലാത്തത് പുറത്താക്കിയല്ലോ എന്ന് പറഞ്ഞു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. ഇല്ല, ലോക ചരിത്രത്തിൽ ഇതിനൊരു പകരമില്ല. ഇല്ല, എവിടെയുമില്ല, ഒരു പകരവുമില്ല, എവിടെയുമില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏത് നിലയിലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുത സംഭവങ്ങൾ പറഞ്ഞാലോ തീരില്ല. എന്തൊക്കെയാ ചെയ്തത്? ഏത് പ്രവാചകന്റെയും അത്ഭുത സംഭവങ്ങൾക്ക് പരിധിയുണ്ടായിരുന്നു. എന്നാൽ ഫഇന്ന ഫളില റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻ ഹുനാതിഖും ബിഫമി മൗലായ സല്ലി വസ. തീരില്ല. പറഞ്ഞാൽ അത്ഭുത സംഭവം എത്രയാ? കൈവെള്ളയിൽ നിന്ന് വെള്ളമുണ്ടാക്കി മുഹമ്മദ് നബി. എത്രയാ? ഒരു സംഭവമല്ല. ചില പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടാ തോന്നും ഒരിക്കൽ നബി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല. എത്രയാ? ഒരു യാത്രക്കിടയിൽ ശ്രദ്ധിക്കണില്ലേ? ഞാൻ പറയണോ? നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ? ഓക്കെ, കേൾക്കണില്ലേ? ചിന്തിക്ക്. ഹബീബായ നബി ഒരു യാത്ര പോവുക. യാത്രക്ക് ഒരു നബിയും അനുയായികളും യാത്ര ചെയ്യാ. നോക്കൂ നിങ്ങൾ, ഒരാൾ ഒരിക്കൽ വെള്ളമില്ലാതായി. അസറിന്റെ നേരം വെള്ളമില്ല, വുളൂ ചെയ്യാൻ വെള്ളമില്ല. ആളുകൾ പുണ്യനബിയോട് ഓടി വന്ന് പറഞ്ഞു, നബിയെ ഫഖദിനൽ മാ, വെള്ളമില്ല നബിയെ, പാത്രം കൊണ്ടുവരോട് പറഞ്ഞു. പാത്രത്തിലേക്ക് പുണ്യനബി കൈ നീട്ടി. അലാ ഫഫാറൽ മാഉ മിൻ ബൈനി അസ്വാബിഇഹി. ഇസ്മായിലിന്റെ വെള്ളം മണ്ണിൽ നിന്ന, മുഹമ്മദ് നബിയുടെ വെള്ളം ഉറക്കെ പറയേ കയ്യിൽ നിന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം. മണ്ണ് വെള്ളത്തിന്റെ സ്ഥലമാ, കൈ വെള്ളത്തിന്റെ സ്ഥലമല്ല. വെള്ളം കൊണ്ട് വന്നു കയ്യിലൂടെ. ഇനി ഒള്ളോർത്തോളൂ എന്ന് പറഞ്ഞു. 80 ആളുകൾ ആ സദസ്സിൽ ഒളിവെടുത്തു. 80 ആളുകൾക്ക് ഒളിവെടുക്കാനുള്ള വെള്ളം കയ്യിലൂടെ വന്നു. ഒരു സംഭവം. ഇനി വേറെ സംഭവമുണ്ട്. ഇനിയും വേറെ സംഭവം കാണാം. മദീന അങ്ങാടിയുടെ ഒരു ഭാഗത്തൂടെ പുണ്യനബി വരികയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ വന്ന് പുണ്യനബിയുടെ അരികിലേക്ക് വന്നു. നബിയോട് പറഞ്ഞു, നബിയെ വെള്ളമില്ല നബിയെ. ളുഹറിന്റെ നേരമായിരുന്നു, വുളൂ ചെയ്യാൻ വെള്ളമില്ല നബിയെ. പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പാത്രത്തിലേക്ക് കൈ നീട്ടി. ഫഫാറൽ മാഉ മിൻ ബൈനി അസ്വാബിഇഹി. കൈവെള്ളന്റെ വെള്ളം എടുത്തു. നഹബം മിൻ 300. എത്ര? 300ഓളം ആളുകൾ. അത് വേറെ സംഭവം. ഇനിയുണ്ട്, അത് വേറെ സംഭവം. ഹുദൈബിയയിൽ 1500 ആളുകൾക്ക് കുളിക്കാനും വുളൂ ചെയ്യാനും വെള്ളം ആവശ്യം വന്നു. സുബഹിയുടെ നേരം വെള്ളമില്ല, വുളൂ ചെയ്യണം, കുളിക്കണം. നോക്കൂ നിങ്ങൾ, എന്ത് വേണം? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ കാര്യം പറഞ്ഞു. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇൻ നബിയിൽ മുത്തബഅ യലിഹി മാഉ സംസമിൻ ഫൽ കൗതറു വനൈലു മിസ്റ ثم ബാഖിൽ അൻഹുരി. കയ്യിന്ന് വെള്ളം വന്നു. എത്രയാൾക്ക്? 1500 ആളുകൾ. 1500 ആളുകൾക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം വരണമെങ്കിൽ എത്ര വേണം? ഇതേ സംഭവം പറഞ്ഞ് ജാബിർ പറഞ്ഞു, ലൗ കുന്നാ മിഅത അൽഫിൻ കഫാനാ മാഉ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നിങ്ങൾ ചിന്തിക്കുക, എത്രയാൾ? 1500. നിങ്ങൾ ചിന്തിക്ക്. സുബഹിന്റെ നേരം വളരെ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് വക്കത്ത് കളയാവും. ഇത് 1500 ആള് കൈവെള്ളയിലൂടെ വന്ന വെള്ളത്തിൽ നിന്ന് ഒളിവെടുത്തിരിക്കുന്നു. മുഹമ്മദ് നബി യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. ഒരു സംഘം ആളുകളും നബിയും. പെട്ടെന്ന് ഇരുട്ട് വന്ന് ഇരുട്ട് കട്ടികൂടി. മൂക്കിൽ തട്ടിയാൽ കാണാത്ത ഇരുട്ടായിരുന്നു. ഒട്ടകത്തെ മേയാൻ പരിസരത്ത് വിട്ടിരുന്നു. ഒട്ടകത്തെ കണ്ടുപിടിച്ച് ഒട്ടകപ്പുറത്തേറി യാത്ര ചെയ്യേണ്ടതാണ്. ഒട്ടകം എവിടെയെന്ന് പോലും കാണാനില്ല.
അപ്പോൾ എന്ത് ചെയ്യും? ഒട്ടകത്തിന് അവനവന്റെ ഒട്ടകത്തെ തെരഞ്ഞെടുക്കണ്ടേ? ഒട്ടകത്തെ കാണാനില്ല, ഇരുട്ട് കട്ടികൂടുകയും ചെയ്തു. ഫഖാമൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഫഅ യദഹു ഫഅലാ നൂറുൻ മിൻ ബൈനി അസ്വാബിഇഹി ഇന്ന ബൈതൻ അൻത സാഖിനു ലൈസ മുഹ്താജൻ ഇലസ് സുറൂജി സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറൂജി. കയ്യങ്ങോട്ട് ഉയർത്തിക്കാട്ടി ആളുകൾ അവരവരുടെ ഒട്ടകങ്ങളെ പുണ്യനബിയുടെ കയ്യിൽ നിന്റെ പ്രകാശത്തിൽ തെരഞ്ഞെടുത്തു. ചിന്തിക്ക്, എത്രയാ! ജാഅത്തിൽ ദഅവത്തിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി മൗലായ സ്വല്ലി വസാ. ഒരാൾ വന്ന് പുണ്യനബിയോട് പറഞ്ഞു, പുണ്യനബിയെ, എനിക്കൊരു മുഅ്ജിസത്ത് കാണിച്ചു തരൂ നബിയെ, എനിക്കൊരു മുഅ്ജിസത്ത് കാണിച്ചു തരണം, എനിക്കൊരു അത്ഭുതം കാണിച്ചു തരൂ. അപ്പോൾ പുണ്യനബി പറഞ്ഞു, അക്കാണുന്ന മരത്തെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞാൽ മതി. അല്ല, ദൂരെ ഒരു മരം നിൽക്കുന്നു, ആ മരത്തിനെ അങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഇയാൾ പോയി മരത്തിന്റെ അരികിൽ പോയി, ഹബീബായ റസൂലുള്ളാഹ് നിന്നെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു. അത് കടപുഴകി നടന്നു വന്നു ഹബീബിന്റെ അരികിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഅത്തിൽ ദഅവത്തിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. എനിക്ക് കാലില്ലല്ലോ, ഞാൻ എങ്ങനെ വരും എന്നീ മരം പറഞ്ഞില്ല. മൗലായ സ്വല്ലി വസാ ഫഖാമത്ത് ബൈന യദൈ റസൂലില്ലാഹ്. എന്നിട്ട് ഈ മരം ഹബീബിന്റെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്തിന് നീരുള്ള മരം? ഉണങ്ങിയ ഒരു മരത്തിൽ കയറി ഖുത്ബ ഓതിയിരുന്നു പുണ്യനബി. മദീന പള്ളിയിൽ ഹബീബായ നബി ഖുത്ബ ഓതിയ മിമ്പർ, ആദ്യകാലത്തെ മിമ്പർ ഒരു ഈത്തപ്പനയുടെ അടിക്കുത്തിയായിരുന്നു. അതിലേക്ക് ചാരി ഖുത്ബ ഓതിയിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ പുണ്യനബിക്കൊരു പുതിയ മിമ്പർ ഉണ്ടാക്കി ഒരു അൻസാരി സമ്മാനിച്ചു. ആ പുതിയ മിമ്പറിൽ കയറി ഹബീബ് ഖുത്ബ ഓതാൻ ഒരുങ്ങി. നേരെ വൈകിയോ? ഒരു പുതിയ മിമ്പർ കയറി ഖുത്ബ ഓതാൻ വേണ്ടി. മുസ്ലിമിലുണ്ട് ഈ സംഭവം. മിമ്പർ കയറി ഖുത്ബ ഓതാൻ ഒരുങ്ങി. അപ്പോഴത്തേനെ ഖുത്ബ തുടങ്ങി. പഴയ മിമ്പറിനെ പള്ളിയുടെ ഒരു മൂലയിലേക്ക് ചാരി വെച്ചിരുന്നു. സ്വഹാബികൾ മുസ്ലിമേ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുതിയ മിമ്പറിൽ കയറി ഖുത്ബ തുടങ്ങിയപ്പോൾ സമിഅനാ സൗതൽ ഹനീനി, ഒരു ഏങ്ങിക്കരച്ചിലിന്റെ ശബ്ദം കേട്ടു. ഒരു ഏങ്ങിക്കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു. മറഅയ്നാ അഹദ, ആളെയൊന്നും കാണാനില്ല, ഒരു ഏങ്ങിക്കരച്ചിൽ. പിന്നെ അതിങ്ങനെ ഉയർന്നു വന്നു. ഫസാറ ബുകാഅൻ, അത് കരച്ചിലായി മാറി. മിൻ സാവിയത്തിൽ മിമ്പറിൽ ഖദീം, പഴയ മിമ്പർ വെച്ച മൂലയെന്നാണ് കരച്ചിൽ വരുന്നത്. കാര്യം മനസ്സിലായി. മനുഷ്യ, നിനക്ക് തലച്ചോറുണ്ടെങ്കിൽ വിശ്വസിച്ചോ, അതാണ് ചിന്തിക്കണില്ല. പുതിയ മിമ്പറിൽ നിന്ന് ഹബീബ് ഇറങ്ങി, താഴെ ഇറങ്ങി. എന്നിട്ട് പഴയ മിമ്പറിന്റെ അരികിൽ ചെന്നു. എന്റെ മേലെ തന്റെ കൈവച്ചു. നീ വ്യസനിക്കണ്ട, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. നിന്നെ ഒഴിവാക്കിയിരുന്നെങ്കിൽ പള്ളിയിൽ നിന്ന് നിന്നെ എടുത്തെറിയുകയില്ലേ? ഞാൻ നിന്നെ അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ നിന്നെ പള്ളിയുടെ മൂലയിൽ തന്നെ വെച്ചില്ലേ? നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാ മരത്തോട് പറഞ്ഞു. പിന്നെ കരച്ചിലുമില്ല, ഏങ്ങിക്കരച്ചിലുമില്ല, ഒന്നുമില്ല, അടങ്ങി. അനുയായികളോടായി തിരിഞ്ഞ പുണ്യനബി പറഞ്ഞു, ഞാനെങ്ങാനും അതിനെ സമാധാനപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ ലം യസൽ ബാഖിയൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അത് കരയും, നമ്മൾ കാണേണ്ടി വരും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് തോന്നണില്ലേ? എന്തേ? മനുഷ്യന്റെ അനുഗ്രഹമല്ല മുഹമ്മദ് നബി. അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ.